വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ ഇന്ന് നൽകാൻ പോകുന്ന ക്ലാസ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാരൻസിന് വീട്ടിലിരുന്ന് നൽകാവുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ്. പാരൻസിന് തന്നെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് അവരുടെ പഠനം മികച്ചതാവാൻ നൽകാവുന്ന ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഇന്ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വീഡിയോ ആയിട്ട് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കാണാം, എന്താണെന്നുള്ളത് കാണാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകി വരികയാണ്. ഒത്തിരി നാളുകളായി നൽകി വരികയാണ്. ഈ വർഷവും ഈ അധ്യയന വർഷവും ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ തന്നെ LKG UKG ഓൺലൈൻ ക്ലാസ്സസും വർഷങ്ങളായി നടത്തി വരികയാണ്. നിങ്ങളുടെ കുട്ടി ഏത് രാജ്യത്താണെങ്കിലും എബ്രോഡ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികളാണ്, ഹെൽത്ത് ഇഷ്യൂസ് കാരണം സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും ലൈവായിട്ട് ഓൺലൈനായിട്ട് LKG UKG പഠിച്ച ശേഷം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത സ്കൂളുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വർഷങ്ങളായി നടത്തി വരുന്നതാണ്. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. LKG ക്ലാസ്സസും UKG ക്ലാസ്സസും അവൈലബിൾ ആണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് പാരൻസിന് തന്നെ കുട്ടികൾക്ക് നൽകാവുന്ന ഒരു ആക്ടിവിറ്റി, ഫ്രീ ടൈമിൽ കുട്ടികൾക്ക് നൽകാവുന്ന ഒരു ആക്ടിവിറ്റി, ഇത് അവരുടെ പഠനത്തെ മികച്ചതാക്കും. അവർക്ക് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, 1ാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് എക്സാം ഒക്കെ എഴുതുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ടെൻഷൻ മാറ്റി അവർക്ക് എക്സാം എഴുതാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരുടെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റാണ് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നൊരു യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് നൽകാവുന്ന ചെറിയൊരു ആക്ടിവിറ്റി, അവർക്ക് ഫസ്റ്റ് തന്നെ ഒരു ബ്ലൂ ബസ്സിൻ്റെയും റെഡ് കാറിൻ്റെയും സ്റ്റോറിയാണ് പറയുന്നത്. ബ്ലൂ ബസ്, റെഡ് കാർ. ഇതിൽ നിന്നും അവർക്ക് ബ്ലൂ, റെഡ് ഈ 2 കള്ളൻ്റെ പേര് പഠിപ്പിച്ചു കൊടുക്കണം, സ്പെല്ലിങ്ങും പറഞ്ഞു കൊടുക്കണം. ബസ്, കാർ ഇതിൻ്റെയും സ്പെല്ലിംഗ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ബസ്സിൻ്റെ സ്പെല്ലിംഗ് പഠിക്കണം, കാറിൻ്റെ സ്പെല്ലിംഗ് പഠിക്കണം, ബ്ലൂ പഠിക്കണം, അതുപോലെ റെഡിൻ്റെ സ്പെല്ലിംഗ് പഠിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. ഫസ്റ്റ് അവർക്ക് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ബ്ലൂ ബസ് കാണിച്ച ശേഷം അതിൽ പറയുന്നുണ്ട് ദിസ് ഈസ് എ ബസ്, ഇതൊരു ബസ്സാണെന്ന് പറയുന്നുണ്ട്. ഇനി അതിനുശേഷം പറയുകയാണ് അതിൻ്റെ കളർ പറഞ്ഞിട്ട് എ ബ്ലൂ ബസ്, ദ ബസ് ഈസ് ബിഗ്. ഇത്രയും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഇത് ഉപയോഗിച്ച് നമുക്ക് നൽകാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് ബസ്സിൻ്റെ പിക്ചർ വരയ്ക്കാൻ അറിയാമെങ്കിൽ കുട്ടികൾക്കായിട്ട് നിങ്ങൾ തന്നെ ഒരു ആക്ടിവിറ്റി ബുക്ക് തയ്യാറാക്കി വയ്ക്കുക. അതിൽ കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുമ്പോഴോ നിങ്ങൾ ഫ്രീ ടൈമിൽ ബസ്സിൻ്റെ പിക്ചർ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച് വെക്കുകയോ അല്ല എങ്കിൽ നിങ്ങൾ പിക്ചേഴ്സ് കിട്ടുകയാണെങ്കിൽ ഒട്ടിക്കല്ലെങ്കിൽ വരയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് താഴെ ഇതുപോലെ എഴുതിയിരിക്കുക ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പിക്ചർ നൽകിയിട്ട് അതിനൊരു കളറും കൂടെ പറഞ്ഞിരിക്കുക, യെല്ലോ. കുട്ടികൾ തന്നെ കളർ ചെയ്യണം. എന്നിട്ട് അതിനെക്കുറിച്ച് ആ ബസ്സിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് പോലെ എഴുതണം. അപ്പോൾ ഇതെന്താണെന്നാണ് കുട്ടി ആദ്യം എഴുതാനുള്ളത്. അപ്പോൾ ദിസ് ഈസ് എഴുതിയ ശേഷം ഒരു ഡാഷ് നൽകി അതെന്താണെന്ന് അങ്ങനെ ചെയ്യിക്കാം. അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസും കുട്ടികളെ കൊണ്ട് എഴുതിക്കാം. ദിസ് ഈസ് എ ബസ് എങ്ങനെ എഴുതിക്കണം? ദിസ് ഈസ് എ ബസ്, എ യെല്ലോ ബസ്. ഇത് നിങ്ങൾ എഴുതരുത്, കുട്ടികളെ കൊണ്ട് തന്നെ എഴുതിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ യെല്ലോയുടെ അടിയിൽ ഇങ്ങനെ ഒരു വര നൽകിയിരിക്കാം, അത് എഴുതിക്കുക. ബസ്സിൻ്റെ അടിയിലും വരയിട്ടിട്ട് അങ്ങനെയും ചെയ്യിക്കാം. ഓക്കെ, അതുപോലെ അടുത്ത കളർക്ക് നിങ്ങൾക്ക് നൽകാം ഗ്രീൻ കളർ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, പിങ്കും ഉൾപ്പെടുന്നുണ്ട്. ഗ്രീൻ, ദിസ് ഈസ് എ ബസ്, എ ഗ്രീൻ ബസ്. ദിസ് ഈസ് എ ബസ്, എ ഗ്രീൻ ബസ്. അപ്പോൾ ഇതൊരു ബസ്സാണ്. ഡിസ്ക്രിപ്ഷൻ അവർ 1ാം ക്ലാസ് മുതൽ തന്നെ എഴുതി സ്റ്റാർട്ടാവുകയാണ്. അവരുടെ മുന്നോട്ടുള്ള പഠനത്തെ ഇത് ഒത്തിരി സഹായിക്കും. അപ്പോൾ അവർക്ക് നൽകാവുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ദിസ് ഈസ് എ ബസ്, എ ഗ്രീൻ ബസ്. റെഡ് കളർ, റെഡ് എന്ന് സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അവരെ കൊണ്ട് എഴുതിക്കുക. ഇതെന്താണെന്ന് ചോദിക്കുക. ദിസ് ഈസ് എ ബസ്, ദിസ് ഈസ് എ ബസ് എന്ന് എഴുതിക്കുക. ഇനി അതിൻ്റെ നിറം പറഞ്ഞെഴുതുക, എ റെഡ് ബസ്. ഇതുപോലെ കാറിൻ്റെത് നിങ്ങൾക്ക് ചെയ്യിക്കാം കേട്ടോ. ഓക്കെ,
അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എല്ലാ പാരൻസും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.